ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ അപകടത്തിൽ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. 9 ആവശ്യങ്ങൾ ഉന്നയിച്ച് റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നുവെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും അനുശോചനം അറിയിച്ചു. ഓൾഡ് രാജേന്ദ്രനഗറിൽ പ്രവർത്തിക്കുന്ന റാവൂസ് IAS സ്റ്റഡി സെന്ററിലാണ് ദാരുണ സംഭവം. ശക്തമായ മഴയിൽ ഓടയിലെ വെള്ളം ഗേറ്റ് തകർത്ത ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറി. ആ സമയത്ത് ഒരു 10-40 കുട്ടി ലൈബ്രറിയിൽ ഉണ്ടായിരുന്നാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു, കുറേ പേര് NDRF രക്ഷപ്പെടുത്തി. പക്ഷേ എങ്കിലും കുറേയേറെ കുട്ടികൾ അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശി നെവിൻ ഡാൽവിൻ, ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ്, തെലങ്കാന സ്വദേശി തന്യ സോണി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ആറന്മുള ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നുവെന്ന ബന്ധുക്കൾ ആരോപിച്ചു. और यहाँ के जो मुझे जानकारी मिली थी कि सुबह 9 बजे पोस्टमार्टम स्टार्ट हो जाएगा और अभी तक स्टार्ट नहीं हुआ, तो आपके माध्यम से एक तो इसको प्रक्रिया को थोड़ा जल्दी करा दें. मैं रहने वाला अम्बेडकर नगर का हूँ, तो मुझे वहाँ जाना है. 800 किलोमीटर दूर है. അപകടത്തിന് പിന്നാലെ 9 ആവശ്യങ്ങൾ ഉന്നയിച്ച വിദ്യാർത്ഥികൾ കരോൾ ബാഗിൽ റോഡ് ഉപരോധിച്ചു. DCP M ഹർഷവർദ്ധൻ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. സ്ഥാപനയുടമയടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തതായും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അധികൃതരുടെ മുന്നിൽ വെക്കുമെന്നും പോലീസ് അറിയിച്ചു. റാവൂസ് IASലെ ഈ അപകടം അധികൃതരുടെ കടുത്ത അനാസ്ഥയിലേക്കും ചൂഷണത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ഡൽഹിയിൽ ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ബൽറാം? ഉന്മേഷ്, ഈ റാവൂസ് IAS സ്റ്റഡി സെന്ററിന്റെ മുന്നിലുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ആരംഭിച്ചതാണ്, ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ചതാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഇന്ന് പകൽ എന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തി. മറ്റ് പരിസരത്തുള്ള മറ്റ് കോച്ചിംഗ് സെന്ററുകളിലെ വിദ്യാർത്ഥികളടക്കം ഇവിടെ എത്തി. തുടർന്ന് മാർച്ച് ചെയ്ത് റോഡ് ഉപരോധത്തിലേക്ക് കടക്കുകയായിരുന്നു. അത് പോലീസ് നടപടിയിലൂടെ നീക്കിയെങ്കിലും ഈ സ്ഥാപനത്തിന് മുന്നിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വിദ്യാർത്ഥികൾ 9 ആവശ്യങ്ങളാണ് അധികൃതർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് ഈ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായം അടക്കമുള്ള ആവശ്യങ്ങൾ, സമാനമായി പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ പരിശോധിച്ച് ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി വേണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് MCD അടക്കമുള്ള അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. തുടർന്ന് ഈ വിഷയത്തിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മരിച്ചവരിൽ മലയാളിയായ നെവിൻ JNU വിദ്യാർത്ഥിയാണ്. JNU വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഈ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമായി തുടരും. അതേസമയം നാളെ ആയിരിക്കും ഈ മരിച്ച 3 വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അവരുടെ 3 പേരുടെയും ബന്ധുക്കൾ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു എന്നാണ് ബൽറാം അറിയിക്കുന്നത്.